ഒരിടത്തൊരിടത്തൊരിടത്ത് ഒരു ചിമ്പൻ കുരങ്ങനും കുഞ്ഞനാമയും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും നല്ല കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം അവർ രണ്ടുപേരും കൂടി ഒരു പുഴയുടെ തീരത്ത് കളിക്കുകയായിരുന്നു. അതിലെ ഒരു വാഴ ഒഴുകി വരുന്നുണ്ടായിരുന്നു. ആമ ആ വാഴയെ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് ചിമ്പൻ കുരങ്ങനോട് പറഞ്ഞു, ചിമ്പ, നമുക്ക് ആ വാഴ എടുത്തൊന്ന് നട്ടാലോ? ചിമ്പൻ കുരങ്ങ് ചോദിച്ചു. എന്തിനാണ് കുഞ്ഞ ആ വാഴ നമ്മൾ നടുന്നത്? ചിമ്പൻ കുരങ്ങ് പറഞ്ഞു, ആ വാഴ നട്ടാൽ നമുക്ക് പഴം കിട്ടും, അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിക്കാമല്ലോ. ചിമ്പൻ ആലോചിച്ചു. ശരിയാണല്ലോ, അങ്ങനെ നമുക്ക് ആ വാഴ എടുത്ത് നടാം. രണ്ടുപേരും കൂടി തീരുമാനമായി. അങ്ങനെ ആ വാഴ എടുക്കുവാനുള്ള ശ്രമം ആരംഭിച്ചു. ചിമ്പൻ കുരങ്ങൻ പതിയെ ചരിഞ്ഞ് വാഴ എടുത്തു. ആമയും സഹായിച്ചു. രണ്ടുപേരും കൂടി വാഴ കരയ്ക്ക് കയറ്റുകയും ചെയ്തു. അങ്ങനെ വാഴ എടുത്തു കൊണ്ടുവന്ന് രണ്ടുപേരും കൂടി വെച്ചു. ചിമ്പൻ കുരങ്ങൻ പറഞ്ഞു, നമുക്കിത് രണ്ടാക്കാം, എന്നിട്ട് രണ്ടായി നടാം. അങ്ങുവാണെങ്കിൽ നമുക്ക് 2 പഴം കിട്ടുമല്ലോ. ആമ പറഞ്ഞു, നിന്റെ ഇഷ്ടം, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അങ്ങനെ ചിമ്പൻ കുരങ്ങൻ തന്നെ അത് രണ്ടായി ഒടിച്ചു. രണ്ടുപേരും 2 കഷ്ണം എടുത്തു. ചിമ്പൻ കുരങ്ങൻ പറഞ്ഞു, എനിക്ക് ഇലയുള്ള വശം മതി, അല്ലാത്ത വശം ആമ എടുത്തോളൂ. ആമയ്ക്ക് ഒരഭിപ്രായവുമില്ല. ആമ പറഞ്ഞു, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, നീ ഇലയുള്ള വശം എടുത്തോളൂ, എനിക്ക് ഈ വശം മതി. അങ്ങനെ രണ്ടുപേരും കൂടി മുറിച്ച വാഴയുടെ ഓരോ കഷ്ണവുമായി നടാൻ പോയി. അങ്ങനെ രണ്ടുപേരും ഓരോ കുഴി കുഴിച്ച് അവരവരുടെ കിട്ടിയ കഷ്ണം നടുകയും ചെയ്തു. എന്നിട്ട് ഇടക്കിടക്ക് രണ്ടുപേരും വന്ന് അതിന് വെള്ളം എല്ലാം ഒഴിച്ച് ഇടക്കിടക്ക് വന്ന് നോക്കിക്കൊണ്ടിരുന്നു. കുറച്ചു ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി. ചിമ്പൻ കുരങ്ങനും ആമയും ഒരേ സ്ഥലത്ത് തന്നെയാണ് താമസിച്ചു കൊണ്ടിരുന്നത്. ഈ കാണുന്ന വീട് കണ്ടോ, അതാണ് ആമയുടെ വീട്. മരത്തിന്റെ മുകളിലാണ് ചിമ്പൻ കുരങ്ങൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഇവര് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിമ്പൻ കുരങ്ങിന്റെ വാഴ ഉണങ്ങി വരുന്നത് കണ്ടു. ചിമ്പൻ കുരങ്ങ് പറഞ്ഞു, ഇതെന്താ സംഭവിക്കുന്നത്? ആമയുടെ വാഴയാണെങ്കിലോ അത് നല്ല പോലെ ഇലയെല്ലാം വരുന്നുമുണ്ട്. ചിമ്പൻ കുരങ്ങ് ഇതിങ്ങനെ ആലോചിച്ച് വിഷമിച്ച് ഇരിക്കുകയാണ്. പിറ്റേ ദിവസവും ഇതേപോലെ വാഴയുടെ അടുത്ത് ചെന്ന് നോക്കി. ഇതിങ്ങനെ ഉണങ്ങി വരുന്നത് കണ്ട് ചിമ്പൻ കുരങ്ങിന് വളരെ വിഷമമായി. ചിമ്പൻ കുരങ്ങ് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. പക്ഷെ ആമ നട്ട വാഴയുണ്ടല്ലോ, അത് ഓരോ ദിവസവും ഇലയെല്ലാം വന്ന് വളരെ നന്നായി വലുതായി. അതിനകത്ത് പഴവും ഉണ്ടായി. ഇതെന്താ സംഭവിച്ചതെന്നറിയാമോ? നമ്മൾ എന്തെങ്കിലും ഒരു ചെടി നടുമ്പോൾ അതിന് വേര് വേണം. വേരുണ്ടെങ്കിൽ മാത്രമേ നട്ടാൽ വലുതാവുകയുള്ളൂ. അന്ന് ഇലയുള്ള വശം നട്ടതുകൊണ്ട് ഒരു ഗുണവുമില്ല. ചിമ്പൻ കുരങ്ങിന്റെ ഇലകളെല്ലാം ചീഞ്ഞും വാടിയും ഉണങ്ങിയും കരിഞ്ഞുപോയി. ആമ നട്ട വാഴയ്ക്ക് വേരുള്ള വശമായതുകൊണ്ട് അത് വലുതായി, അതിലൊരുപാട് പഴവും ഉണ്ടായി. അങ്ങനെ ആമ ആ പഴം വെട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നു. ചിമ്പൻ കുരങ്ങും സഹായിച്ചു കേട്ടോ. എന്നിട്ട് ചിമ്പൻ കുരങ്ങ് മാറി വിഷമിച്ച് നിൽക്കുകയാണ്. ആമ വേഗം തന്നെ ആ പഴക്കൊല 2ആയി മുറിച്ചു. പകുതി എടുത്ത് ചിമ്പൻ കുരങ്ങിന് കൊടുത്തു. ചിമ്പൻ കുരങ്ങ് നോക്കി, ഇത് ചിമ്പൻ കുരങ്ങിനാണെന്ന് മനസ്സിലായപ്പോ ചിമ്പൻ കുരങ്ങിന് വളരെ സന്തോഷമായി. ചിമ്പൻ കുരങ്ങ് പറഞ്ഞു, നന്ദിയുണ്ട് കൂട്ടുകാരാ. ആമ പറഞ്ഞു, എനിക്ക് കിട്ടിയത് എനിക്ക് എന്തിനാ ഇത്രം, ഇത് നിനക്കും കൂടിയല്ലേ, നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ ആമയും ചിമ്പൻ കുരങ്ങും രണ്ടുപേരും കൂടി പഴം തിന്നാൻ തുടങ്ങി. രണ്ടുപേർക്കും സന്തോഷമായി. നമ്മൾക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴേ നമ്മളത് പങ്കുവെക്കണം കേട്ടോ, അതാണ് നല്ല ശീലം. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം സെലക്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഭംഗിയല്ല നോക്കേണ്ടത്, ഗുണമാണ് നോക്കേണ്ടത് കേട്ടോ. ചിമ്പൻ കുരങ്ങ് അന്ന് വാഴ മുറിച്ചില്ലേ, അപ്പോ എന്താ നോക്കിയതെന്നറിയാമോ? ഇലയുടെ ഭംഗിയാണ് നോക്കിയത്. പക്ഷെ ശരിക്കും എന്താ നോക്കേണ്ടത്? ഗുണമാണ് നോക്കേണ്ടത്. വേരുള്ള വശം നട്ടാലാണ് നമുക്ക് അതിൽ നിന്നും ഫലം ലഭിക്കുകയുള്ളൂ. നന്ദി കൂട്ടുകാരെ. നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നന്ദി.